ഹലോ ഓൾ, എല്ലാവർക്കും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് സ്പ്ലാഷ് സ്ക്രീനിനെ കുറിച്ചാണ്. സ്പ്ലാഷ് സ്ക്രീൻ ഇൻ ആൻഡ്രോയിഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് നമ്മളൊരു ആപ്ലിക്കേഷൻ, പുതിയൊരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് വ്യൂ ആവുക. ആദ്യം ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഐക്കണോ അതിൻ്റെ പേരും ഒക്കെ വെച്ചിട്ട് ഒരു സ്ക്രീൻ ഇങ്ങനെ ഒരു 2-3 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് ഒക്കെ നിന്നിട്ട് പിന്നെ നമ്മുടെ ഹോം പേജ് ഏതാണോ അല്ലെങ്കിൽ നമ്മുടെ ലോഗിൻ ആണെന്നുണ്ടെങ്കിൽ ലോഗിൻ പേജ് ഏതാണോ അതിലോട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് ഈ 5 സെക്കൻഡ് അല്ലെങ്കിൽ ആ 3 സെക്കൻഡ് വർക്ക് ചെയ്യുന്ന ആ ഒരു നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസിനെ പ്രോസസ്സ് ചെയ്യുന്ന പോലെ ഒരു സ്ക്രീനിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പ്ലാഷ് സ്ക്രീൻ എന്ന് പറയാം. എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് സ്ക്രീനിനെ നമ്മൾ സ്പ്ലാഷ് സ്ക്രീൻ എന്ന് പറയും. അപ്പോൾ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അത് വർക്ക് ചെയ്യുന്ന ത്രെഡിൻ്റെ കൺസെപ്റ്റിലാണ്. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ നെക്സ്റ്റ് പേജിലോട്ട് ഓട്ടോമാറ്റിക്കലി ഇൻറ്റൻ്റ് ഒന്നും വർക്ക് ചെയ്യാണ്ട് തന്നെ നമ്മളതിന് ഇൻറ്റൻ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു ആക്ഷൻ പെർഫോം ചെയ്യാതെ നമ്മൾ കൊടുക്കുന്ന ടൈം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പുതിയൊരു പേജിലോട്ട് പോകാനുള്ള ഒരു എക്സാമ്പിളാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ക്ലാസ് ഒരു പ്രൊജക്റ്റാണ്, പുതിയൊരു പ്രൊജക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ പേരൊന്ന് മാറ്റി കൊടുക്കുക. ഇതെൻ്റെ മെയിൻ ഞാൻ സ്പ്ലാഷിന് വേണ്ടി പുതിയൊരു പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ന്യൂ ആക്ടിവിറ്റി, empty ആക്ടിവിറ്റി തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം ഡിസൈനിങ് നമുക്ക് ചെയ്യാമല്ലോ. അപ്പം ഞാൻ ഇതിൻ്റെ പേര് ഞാൻ സ്പ്ലാഷ് എന്നാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, സ്പ്ലാഷ്. സ്പ്ലാഷ് ആക്ടിവിറ്റി. അപ്പം ഇതിനെയാണ് എനിക്ക് ലോഞ്ചർ ആക്ടിവിറ്റി ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ്, എനിക്ക് ആദ്യം കാണേണ്ട സ്ക്രീനാണ് സ്പ്ലാഷ് സ്ക്രീൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതായിരിക്കണം എൻ്റെ ലോഞ്ചർ ആക്ടിവിറ്റി. അതുകൊണ്ട് ഞാനിത് ടിക്ക് ചെയ്യുവാണ്, ഫിനിഷ് കൊടുത്തു. അപ്പം നമ്മുടെ മാനിഫെസ്റ്റിൽ ഒരു ചേഞ്ച് വരും. അതെങ്ങനെ വന്നേന്ന് നമുക്ക് നോക്കാം. മാനിഫെസ്റ്റിൽ ഡിഫോൾട്ട് കിടക്കുന്നത് നമ്മൾ ആക്ടിവിറ്റി മെയിൻ എന്ന് പറഞ്ഞായിരിക്കും ലോഞ്ചർ ആക്ടിവിറ്റി. ഇവിടെ നോക്കിയേ, സ്പ്ലാഷ് എന്നുള്ളത് ലോഞ്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ല അല്ലേ. ഡിഫോൾട്ട് നമുക്ക് മെയിൻ ആക്ടിവിറ്റി ആണ് ലോഞ്ചർ അല്ലെങ്കിൽ മെയിൻ ആക്ടിവിറ്റി ആയിട്ട് വരുന്നത്. പക്ഷെ നമുക്ക് സ്പ്ലാഷ് ആണ് വേണ്ടത്, അതുകൊണ്ട് നമുക്കിത് ക്ലിയർ ചെയ്യാം. ഓക്കെ, പക്ഷേ ഈ ആക്ടിവിറ്റി ഇവിടെ വേണം, ഇൻറ്റൻറ്റ് ഫിൽറ്റർ നമുക്ക് വേണ്ട. എന്ന് പറഞ്ഞാൽ എന്ത് ആക്ഷനാണ് ആ ആക്ടിവിറ്റി ചെയ്യാൻ പോണേന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണ്ട. നമുക്ക് ലോഞ്ചർ സ്ക്രീൻ ആയിട്ട് നമ്മൾ ഓൾറെഡി സ്പ്ലാഷിനെ സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് പിന്നെ ഇതിൻ്റെ എക്സ്ട്രാ നമ്മൾ മെയിൻ ആക്ടിവിറ്റിക്കും ലോഞ്ചർ സ്ക്രീൻ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ സ്പ്ലാഷിൻ്റെ അകത്തു നിന്നാണ് എനിക്ക് എൻ്റെ മെയിൻ ആക്ടിവിറ്റിയിലോട്ട് പോകേണ്ടത്. അപ്പം ഞാൻ ആദ്യം സ്പ്ലാഷ് ആക്ടിവിറ്റിയിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോവാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഡിസൈൻ മാത്രം. അപ്പം അതിനുവേണ്ടി ഞാൻ അതിൻ്റെ XML ഫയൽ, ലേഔട്ട് ഫയൽ എടുക്കുവാണ്. ലേഔട്ട് ഫയൽ എടുത്തിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ട് ഒരു ആപ്പ് ഐക്കണോ അല്ലെങ്കിൽ ഒരു ആപ്പ് ഐക്കണും കൊടുത്തിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ബ്ലാങ്ക് സ്ക്രീൻ അല്ലേ, അപ്പോൾ അതിനകത്തൊരു പുതിയൊരു ആപ്പ് ഐക്കണും ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു ഡിസൈനായിട്ട് ചെയ്യുവാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പറഞ്ഞായിരുന്നു, ഐക്കൺ ഫൈൻഡർ അല്ലെങ്കിൽ ഐക്കൺ അർച്ചീവ് എന്നൊക്കെ പറഞ്ഞ സൈറ്റിൽ നമുക്ക് ഐക്കൺസ് ഡൗൺലോഡ് ചെയ്യാന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഐക്കൺസ്, ഒരു PNG ഐക്കൺസ് ആണ് അല്ലെങ്കിൽ PNG ഇമേജസ് ആണ് മെയിനായിട്ട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾക്ക് ഇപ്പം ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങൾ ആപ്ലിക്കേഷൻസിന് ഐക്കൺ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നല്ല ഡൗൺലോഡ് ചെയ്യേണ്ടത് നിങ്ങൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനിപ്പം ജസ്റ്റ് ഒരു ഐക്കൺ മാത്രം എടുക്കുവാണ്. ഇപ്പം ഇന്നതൊന്നുമില്ല, ഞാനൊരു ഡെമോ കാണിക്കാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഐക്കൺ ഇതാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ഐക്കൺ ഡൗൺലോഡ് ചെയ്യുവാണ്. ഓക്കെ, അപ്പം ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത് ഇത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പല ഫോർമാറ്റ് ഉണ്ട്. ഇവിടെ അതിൻ്റെ ഏത് സൈസ് വേണം, PNG ഫയൽ ഓക്കെ അതിലെല്ലാം കിടപ്പുണ്ട്. അപ്പോൾ ഞാനിതാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. PNG 128x128 എന്നുള്ള ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്.
ഓക്കെ, ഡൗൺലോഡ് PNG എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. Download option, download PNG. പിന്നെ സേവ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കത് ഐക്കണായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊന്നും നമുക്ക് വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഐക്കണായിട്ട് ഡൗൺലോഡ് സേവേഴ്സ് വെച്ച് കൊടുക്കാത്തത്. അപ്പം ഞാൻ നോക്കട്ടെ, സേവ് വെച്ച് നോക്കാം. സേവ് ഇമേജസ് എന്ന് സേവ് ചെയ്യുവാണ്. ഞാൻ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏത് കുഴപ്പമില്ല. ഓക്കെ, സേവ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐക്കൺ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഈ ഐക്കണെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ സ്റ്റുഡിയോയുടെ ഉള്ളിൽ കൊണ്ടുപോയി, ഇപ്പോൾ നമ്മൾ ഒറ്റ സൈസിലുള്ളതല്ലേ, നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഏത് സൈസിലുള്ളത് വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ആ ഡൗൺലോഡ് ചെയ്തെടുത്ത ഐക്കണെ നമ്മൾ കൊണ്ടുപോയി എവിടെ ഇടണം, നമ്മുടെ ഡ്രോബിളിനകത്ത്. ഞാനിപ്പോൾ ഡ്രോബിളിലാണ് ഇടുന്നത്. പല സൈസിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MIP മാപ്പിൽ ഇടാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഡ്രോബിളിൽ കൊണ്ടുപോയി, റിസോഴ്സിൻ്റെ അകത്ത് ഡ്രോബിളിൽ കൊണ്ടുപോയി ഞാൻ എൻ്റെ ഐക്കണിനെ ഇടുവാണ്. പേസ്റ്റ്. അതിൻ്റെ നെയിം നമ്മൾ കൊടുക്കുമ്പോൾ ഓക്കെ. അപ്പോൾ ഇതിനെ എനിക്കിനി ഇവിടെ എൻ്റെ ഐക്കണായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് ഞാൻ ഇടാൻ പോകുന്ന ഒരു ഇമേജ് വ്യൂ ആണ്. ഇമേജ് വ്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഡ്രാഗ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ അവതാർസ് കിടപ്പുണ്ട്, ബാക്ക്ഗ്രൗണ്ട് കിടപ്പുണ്ട്. ഡ്രോബിളിൽ നമ്മുടെ ഐക്കൺ കിടപ്പുണ്ട്. അപ്പോൾ അത് ചൂസ് ചെയ്യുക, അതിവിടെ വരും. കണ്ടോ, ഇതാണ് നമ്മുടെ ഐക്കൺ. ഓക്കെ, ഇത് നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അത് ആ വ്യൂവിൻ്റെ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു കൺസ്ട്രെയിൻ ലേഔട്ട് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ 4 എഡ്ജും ഒന്ന് കണക്ട് ചെയ്യുവാണ്. ഇത് നമുക്ക് നമ്മുടെ പൊസിഷൻ ഏതാണോ അവിടെ നമുക്ക് അതിനെ സെറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ഐക്കണിനെ സെറ്റ് ചെയ്തു. ഇനി ഞാനൊരു ടെക്സ്റ്റ് വ്യൂ കൊടുക്കുവാണ്, എൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഒരു പേര് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ ടെക്സ്റ്റ് വ്യൂവിന് 4 എഡ്ജും കണക്ട് ചെയ്യുവാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ഒരു കണ്ടന്റ് കൊടുക്കണമല്ലോ. നമുക്ക് ഇതിൻ്റെ അകത്ത് കണ്ടന്റ് കൊടുക്കാം. മൈ സ്റ്റാർട്ട് എന്ന് കൊടുക്കാം. മൈ ഫസ്റ്റ് ഇനി അതിൻ്റെ സൈസ് മറ്റേ റാപ്പ് കണ്ടന്റ് തന്നെയാണ് ഹൈറ്റും വിഡ്ത്തും കിടക്കുന്നത്. അതിൻ്റെ സൈസ് ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടെക്സ്റ്റ് സൈസ് ഓക്കെ, ടെക്സ്റ്റ് സൈസ് ഒരു 36 കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് അതിൻ്റെ കളർ വേണമെന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം. അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കോഡ് വഴി ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. ടെക്സ്റ്റ് വ്യൂ, അതിൻ്റെ ടെക്സ്റ്റ് കളർ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ടബിൾ ഏതാണോ അത് വെച്ചിട്ട് നിങ്ങൾ കോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ 2 രീതിയിലും ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. ആൻഡ്രോയിഡ് ടെക്സ്റ്റ് കളർ എന്താണ്, എന്തെങ്കിലും ഒരു കളർ കൊടുക്കാം. അത് ഒന്നുകിൽ നമുക്ക് ഹാഷ് കോഡ് ആയിട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കളേഴ്സിൽ പോയി വാല്യൂസ് സ്റ്റോർ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഹാഷ് കോഡായിട്ട് കൊടുക്കുകയാണ്. ഇത്ര നേരം നമ്മൾ മറ്റേ രീതിയിലല്ലേ കൊടുത്തത്. അപ്പോൾ നമുക്ക് ഇപ്പം ഹാഷ് കോഡുമായിട്ട് കൊടുത്തു നോക്കാം. DFF റാൻഡമായിട്ട് ഞാനൊരു കളർ കൊടുത്തു എന്നേ ഉള്ളൂ. അത് യെല്ലോ ആണ് വന്നത്. ഇനി എന്താ വേണ്ടേ, ഒരു ടെക്സ്റ്റ് സ്റ്റൈല് നമുക്കത് ബോൾഡിലാക്കി കൊടുക്കാം. ഓക്കെ, അപ്പം ഇതിലൊരു ബാക്ക്ഗ്രൗണ്ട് കൂടെ നമുക്ക് കൊടുത്തേക്കാം. ജസ്റ്റ് ഒരു കളർ മാത്രം നമുക്ക് കൊടുക്കാം. അപ്പം അതിനു വേണ്ടി ആൻഡ്രോയിഡ് ബാക്ക്ഗ്രൗണ്ട് നമുക്കത് ഒരു ഹാഷ് കോഡായിട്ട് തന്നെ കൊടുക്കാം. #F
സീറോ റെഡ് വേണ്ട 1 0 അതൊക്കെ റെഡാ വരുന്നത്. റാൻഡമായിട്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. കറസ്പോണ്ടിങ് ഇന്നത് തന്നെ വരണമെന്നൊന്നുമില്ല കേട്ടോ. ഞാനതൊരു ടെസ്റ്റ് ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. നിങ്ങൾ നെറ്റിൽ കോഡ് നോക്കിയാൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. അപ്പം നമുക്ക് എന്തായാലും ഒത്തിരി ടെസ്റ്റ് ചെയ്യാൻ നമുക്കൊരു കളർ അങ്ങ് കൊടുക്കാം. ഞാനൊരു ലൈറ്റ് ഗ്രേ പോലെയാണ് വന്നേക്കുന്നത്. 5 7 ലൈറ്റ് ഷെയ്ഡുകളാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കത് ഇത് വരുമ്പോൾ നമ്മുടെ ഐക്കണിനെ കാണാൻ പറ്റാണ്ടാവും. നമുക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഐക്കൺ എന്നാലും ഒരു ഇതാണ്, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്ക്രീൻ വരുന്നത്. അപ്പോൾ ഈ സ്ക്രീനിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നമ്മൾ സെറ്റ് ചെയ്യുന്ന ടൈം കഴിയുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്ക്രീനിലോട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ മെയിൻ ആക്ടിവിറ്റി ഉണ്ട്. അതിൻ്റെ XML പേജിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള XML പേജിൽ ഞാൻ നമ്മളിത് സ്പ്ലാഷ് എന്ന് പറയുന്നത് നമ്മൾ ഡിസൈൻ ചെയ്ത ആക്ടിവിറ്റി മെയിനിലായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കോഡ് നമുക്ക് ഇവിടെയാണ് വേണ്ടത്. നമ്മൾ ചെയ്തത് മാറിപ്പോയി. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി മെയിനിൽ കിടക്കുന്നത് നമുക്ക് എവിടെ വേണം? നമുക്ക് നമ്മുടെ നമുക്ക് ആക്ടിവിറ്റി സ്പ്ലാഷിലാണ് വേണ്ടത്. കാരണം അതല്ലേ നമ്മുടെ മെയിൻ സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഞാനത് സെറ്റ് ചെയ്തു. ഇനി ഞാൻ എൻ്റെ ആക്ടിവിറ്റി മെയിനിൽ വന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഞാൻ അവിടെ ജസ്റ്റ് ലേ ഔട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേറൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. അപ്പോൾ രണ്ടും സെയിം ആയിട്ട് ഇരിക്കണ്ട. ഓക്കെ, റാൻഡമായിട്ട് എന്തെങ്കിലും കൊടുക്കും. ഇല്ല, അത് ഹാഷ് കൊടുത്തില്ല, അതാണ് ചേഞ്ച് ആവാത്തത്. നമ്മളൊരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അകത്തൊരു ടെക്സ്റ്റ് വ്യൂ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ പലേറ്റ് എടുത്ത് ഒരു ടെക്സ്റ്റ് വ്യൂ എടുക്കാൻ പോവാണ്. പ്ലെയിൻ നോർമൽ ടെക്സ്റ്റ് വ്യൂ കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകിൽ നമുക്ക് അതിൻ്റെ അതിൻ്റെ കോഡിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഡിസൈൻ മാത്രം എടുത്തിട്ട് നമുക്ക് അവിടെ ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി നമ്മൾ സാധാരണ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാം. പൊസിഷൻ, Y പൊസിഷൻ, Z പൊസിഷൻ ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടെക്സ്റ്റ് വ്യൂവിൻ്റെ കണ്ടന്റ് ഞാൻ കൊടുക്കുന്നത് വെൽക്കം എന്ന് കൊടുക്കുവാണ്. കാരണം നമ്മളുടെ പുതിയ സ്ക്രീനിലോട്ട് വേണമല്ലോ. വെൽക്കം എന്ന് കൊടുത്തു. ഇനി ഞാൻ അതിൻ്റെ ഒരു ടെക്സ്റ്റ് സ്റ്റൈൽ ബോൾഡ് ആക്കാം. അതിൻ്റെ കളർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് കൊടുക്കാം. ആൻഡ്രോയിഡ് ടെക്സ്റ്റ് കളർ വൈറ്റ്. ഇനി അതിൻ്റെ സൈസും കൂടെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിസൈൻ രണ്ടും കംപ്ലീറ്റ് ആവും. നമുക്ക് അതിൻ്റെ സൈസും കൂടെ ഒന്ന് കൂട്ടി കൊടുക്കാം. അവിടെ ലേഔട്ട് വിഡ്ത്തും ഹൈറ്റും നമുക്ക് റാപ്പ് കണ്ടന്റ് തന്നെ കൊടുക്കാം. കാരണം നമ്മുടെ കണ്ടന്റ് എന്താണോ, നമ്മൾ കണ്ടന്റ് കൊടുക്കുന്ന സൈസ് എന്താണോ അതിനനുസരിച്ചാണ് നമുക്ക് വാല്യൂ വേണ്ടത്.
അപ്പോൾ ഞാൻ എൻ്റെ സെക്കൻഡ് സ്ക്രീനും ചെയ്തു. അപ്പോൾ ഈ സ്ക്രീനിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഒരിക്കൽ നമ്മൾ കൊടുക്കുന്ന ടൈം കഴിയുമ്പോൾ ഈ സ്ക്രീനിലോട്ട് വരാനുള്ള കോഡാണ് നമ്മൾ സ്പ്ലാഷിൽ ചെയ്യുക. അപ്പോൾ നമുക്കിനി എവിടെയാണ് കോഡ് ചെയ്യേണ്ടത്? നമ്മുടെ സ്പ്ലാഷിലാണ് നമ്മുടെ കോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിനകത്ത് നമുക്ക് ഐഡിയ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക്, കാരണം അതിൽ നമ്മളൊന്നും ഒരു ആക്ഷനൊന്നും നമ്മൾ പെർഫോം ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ടൈം എന്താണോ അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്ക്രീനിലോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ സ്ക്രീൻ എന്താണോ അതിലോട്ട് കണക്ഷൻ പോകണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ത്രെഡിൻ്റെ അകത്ത് ഹാൻഡ്ലർ നമ്മൾ യൂസ് ചെയ്യും. ആ ഹാൻഡ്ലർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. എന്ന് പറഞ്ഞാൽ അനോണിമസ് ഇന്നർ ക്ലാസ് പോലെ റണ്ണബിൾ ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ട് ത്രെഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഹാൻഡ്ലറിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഹാൻഡ്ലർ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇപ്പോൾ ഇമ്പോർട്ട് ആയിട്ടുണ്ടാവും ഹാൻഡ്ലർ എന്നുള്ളത് കണ്ടോ. ഇനി അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഹാൻഡ്ലറിന് തന്നെയാണ് ഞാനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈക്വൽ ടു ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് വിളിക്കുന്ന പോലെ തന്നെ ന്യൂ എന്തായിരിക്കും ഹാൻഡ്ലറോ. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ഇത്ര നമ്മുടെ ത്രെഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ത്രെഡ് വെച്ചിട്ടാണ് ശരിക്കും സ്പ്ലാഷ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ത്രെഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഹാൻഡ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ. അപ്പോൾ അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ത്രെഡ് ക്ലാസ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ത്രെഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇത് റണ്ണബിൾ ഇൻ്റർഫേസ് വെച്ചിട്ട് നമ്മൾ ത്രെഡിനെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്, ഹാൻഡ്ലർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 സ്ക്രീൻ ഡിസൈൻ ചെയ്തു. നമ്മൾ ഹാൻഡ്ലറിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ അകത്ത് പോസ്റ്റ് ഡിലേഡ് എന്നുള്ള ഒരു ഓപ്പറേഷൻ വർക്ക് ചെയ്യണം. അതിന് നമ്മളുടെ റണ്ണബിൾ ഇൻ്റർഫേസിനെ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. അതിനുവേണ്ടി ഹാൻഡ്ലറിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് പോസ്റ്റ് ഡിലേഡ് എന്നുള്ള സെക്ഷൻ, എന്നിട്ട് നമ്മളുടെ റണ്ണബിൾ ഇൻ്റർഫേസിനെ വിളിക്കാൻ വേണ്ടി ന്യൂ സ്പേസ് ക്യാപിറ്റൽ റണ്ണബിൾ കണ്ടോ. ഈ റണ്ണബിൾ എന്നുള്ള സെക്ഷൻ എടുക്കുക. ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ എന്താണ് ത്രെഡിൻ്റെ അകത്തെ റൺ മെത്തേഡിനെ ത്രെഡിന് 2 രീതി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞായിരുന്നു. എങ്ങനെയാണ്? ഒന്ന് റണ്ണബിൾ ഇൻ്റർഫേസ് വെച്ചിട്ടും 2 ത്രെഡ് ക്ലാസ് വെച്ചിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത് റണ്ണബിൾ ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ന്യൂ റണ്ണബിൾ എന്നുള്ളത് വയ്ക്കുമ്പോൾ ഇവിടെ ശരിക്കും ത്രെഡ് ക്ലാസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അനോണിമസ് ഇന്നർ ക്ലാസ് ആയിട്ട് ഇവിടെ ത്രെഡ് ക്ലാസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി കോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത്ര എറർ അടിച്ചിരിക്കുക. അപ്പോൾ നമ്മളത് എങ്ങനെ ടൈപ്പ് ചെയ്തെന്ന് കാണണം. ഹാൻഡ്ലറിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് പോസ്റ്റ് ഡിലേഡ് എന്നുള്ള മെത്തേഡ് വിളിക്കുക. അതിൻ്റെ ഉള്ളിൽ ന്യൂ റണ്ണബിൾ ഇൻ്റർഫേസിനെ വിളിക്കാൻ വേണ്ടി നമ്മൾ ന്യൂ സ്പേസ് റൺ എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ പ്രൊഡിക്ഷൻ കിട്ടും. ഇവിടെ നമ്മളൊരു സെമിക്കോളൻ ആഡ് ചെയ്യാനുണ്ട്. കാരണം ഈ നമ്മുടെ ഈ പോസ്റ്റ് ഡിലേഡ് എന്നുള്ള മെത്തേഡ് വർക്ക് ചെയ്യുന്നത് ഇവിടെ വരെയാണ്. അപ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ അവിടെ അവിടെയല്ല ഇവിടെ നമ്മൾ സെമിക്കോളൻ ഒരെണ്ണം ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇവിടെ സെമിക്കോളൻ ആഡ് ചെയ്യും. നമ്മൾ ഇതിൻ്റെ അകത്ത് പോസ്റ്റ് ഡിലേഡ് ന്യൂസ് അവിടെ നമ്മൾ എന്തൊക്കെ പാസ് ചെയ്തെന്ന് കണ്ടായിരുന്നോ? നമ്മൾ പോസ്റ്റ് ഡിലേഡ് എന്ന് വിളിച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന് നോക്കിയേ. റണ്ണബിൾ ഇൻ്റർഫേസും കൊടുക്കുന്നുണ്ട്, എത്ര മില്ലി സെക്കൻഡ് ആണ് ഡിലേ വേണ്ടതെന്ന് കൊടുക്കണം. അപ്പോൾ നമ്മൾ റണ്ണബിൾ ഇൻ്റർഫേസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ന്യൂ പോസ്റ്റ് ഡിലേഡ് ന്യൂ നമ്മൾ റണ്ണബിൾ വിളിച്ച് കഴിയുമ്പോൾ റണ്ണബിൾ ഇൻ്റർഫേസ് നമുക്ക് വന്നു. പക്ഷെ അതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണം? കോമ ഇട്ടിട്ട് ഈ ഒരു ബ്രാക്കറ്റ് തീരുന്നതിന് മുന്നേ കോമ ഇട്ടിട്ട് എന്ത് വേണം? എത്ര സെക്കൻഡാണ് ഡിലേ വർക്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് കൊടുക്കണം. അപ്പം ഞാൻ 300 നമ്മൾ മില്ലി സെക്കൻഡിലാണ് കൊടുക്കുന്നത്. ഞാൻ 3000 കൊടുത്തു. അപ്പം 3 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് പേജിലോട്ട് പോകാൻ വേണ്ടി ഇനി സെമിക്കോളൻ ഇടുക. അപ്പോൾ നമുക്ക് ആ റൺ മെത്തേഡ് ഈ 3 സെക്കൻഡ് കഴിയുമ്പോഴായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ എന്താണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്? ഇൻഡൻ്റ് ആണ് വർക്ക് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ്? ഇൻഡൻ്റ് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോകാനുള്ള ഓപ്പറേഷൻ പെർഫോം ആവുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡൻറ്റിൻ്റെ കോഡും കൂടെ കൊടുക്കാം. ന്യൂ ഇൻഡൻറ്റോ കറണ്ട് ക്ലാസ്സിനെ കാണിക്കാൻ വേണ്ടി ഒന്നുകിൽ ഗെറ്റ് ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ സ്പ്ലാഷ് ഡോട്ട് ദിസ് എന്ന് കൊടുക്കാം. എന്ത് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഗെറ്റ് ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ് ആണ് കൊടുക്കുന്നത്. അടുത്തത് പോകേണ്ട ക്ലാസ്സിൻ്റെ പേര് എന്താണ്? ആക്ടിവിറ്റി മെയിൻ ആക്ടിവിറ്റി മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ക്ലാസ്. ഓക്കെ, സെമിക്കോളൻ കൊടുക്കുക. റൺ മെത്തേഡിൻ്റെ അകത്ത് സ്റ്റാർട്ട് ആക്ടിവിറ്റി ഓഫ് എന്താണോ എൻ്റെ ഇൻറ്റൻറ്റിൻ്റെ ഒബ്ജക്റ്റ് അത്. ഓക്കെ,
അപ്പോൾ ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മുടെ കോഡ് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ ത്രെഡ് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഹാൻഡ്ലർ നമ്മൾ വിളിച്ചു. ആ ഹാൻഡ്ലറിൻ്റെ അത് നമ്മൾ റണ്ണബിൾ ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ട്, റണ്ണബിൾ ഇൻ്റർഫേസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റണ്ണബിൾ ഇൻ്റർഫേസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ത്രെഡ് ക്ലാസ്സിനെ രണ്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഒന്ന് റണ്ണബിൾ ഇൻ്റർഫേസും, രണ്ട് ത്രെഡ് ക്ലാസ്സും. അപ്പോൾ നമുക്ക് റണ്ണബിൾ ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് അനോണിമസ് ഇൻ്റർ ക്ലാസ് വിളിക്കുന്നത് പോലെ നമുക്കിവിടെ നമ്മുടെ ത്രെഡിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഒന്നെങ്കിൽ ഈ രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ത്രെഡ് ക്ലാസ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ റണ്ണബിൾ ഇൻ്റർഫേസ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് റണ്ണബിൾ എന്നുള്ള ഇൻ്റർഫേസ് വിളിച്ചു. അപ്പം നമ്മൾ ആ പോസ്റ്റ് ഡിലേ മെത്തേഡിനകത്ത് ശരിക്കും നമ്മൾ രണ്ട് കാര്യങ്ങളും നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. ഒന്ന് റണ്ണബിൾ ഇൻ്റർഫേസിൻ്റെയും, പിന്നെ നമ്മളുടെ എത്ര സെക്കൻഡാണ് നമ്മൾ അതിൻ്റെ വർക്ക് ചെയ്യിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ് നമ്മൾ ആ ഒരു സ്പ്ലാഷ് സ്ക്രീനിനെ ഹോൾഡ് ചെയ്ത് വെക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ പാസ് ചെയ്യുന്നത്, ഒന്ന് റണ്ണബിൾ ഇൻ്റർഫേസും, രണ്ട് എത്ര സെക്കൻഡാണ് നമ്മൾ ഡിലേ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ റണ്ണബിൾ ഇൻ്റർഫേസ് വിളിച്ചിട്ട് വിളിക്കുമ്പോൾ തന്നെ നമുക്ക് റൺ മെത്തേഡ് ഇൻവോക്ക് ആയിട്ട് വരും, ഓട്ടോമാറ്റിക്കലി കിട്ടും. നമുക്ക് ഈ ഒരു സെമിക്കോളനും ഈ ഒരു കോമ ഇല്ലാണ്ടുള്ള ബാക്കി ഫുള്ള് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ അതിനകത്ത് എത്ര ടൈമാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ കൊടുത്തേക്കുന്നത് 3 മില്ലി സെക്കൻഡിലാണ് ടൈം എടുക്കുന്നത്. അപ്പോൾ നമ്മളതിന് 3000 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 3 സെക്കൻഡ് കൊടുത്തു. ഇനി നമ്മൾ അതിൻ്റെ അകത്ത് റൺ മെത്തേഡിൻ്റെ അകത്താണ് എന്താണ് ആ മില്ലി സെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ആ റൺ മെത്തേഡിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ റൺ മെത്തേഡിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡൻറ്റ് പാസ് ചെയ്യണം. അപ്പോഴായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് നമ്മുടെ ഇത് പോവുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഡിവൈസ് ഓണായി വരണം, വെർച്വൽ ഡിവൈസ് ഓണായി വരണം. അപ്പം നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് സ്ക്രീനാണോ ലോഞ്ചർ സ്ക്രീൻ ആയിട്ട് വേണ്ടത് അത് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം മാനിഫെസ്റ്റിൽ. അതാണ് അതിൻ്റെ അകത്ത് എക്സ്ട്രാ വരുന്ന ഒരെണ്ണം. ഇന്ത്യൻ ഫിൽറ്ററിൻ്റെ ആക്ഷൻ സെറ്റ് ചെയ്യേണ്ടത് മെയിനും, കാറ്റഗറി സെറ്റ് ചെയ്യേണ്ടത് ലോഞ്ചറും ആയിട്ടായിരിക്കണം. അങ്ങനെയാണ് നമ്മളുടെ മെയിൻ സ്ക്രീൻ അല്ലെങ്കിൽ സ്പ്ലാഷ് സ്ക്രീൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിവൈസ് AVD ഓണായി വരാനുള്ള ടൈം ഡിലേ ആണ് എടുക്കുന്നത്. കാരണം നമ്മൾ പെട്ടെന്ന് റൺ ചെയ്യുന്ന പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഇച്ചിരി ടൈം എടുക്കും. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. സ്പ്ലാഷ് എന്ന് പറഞ്ഞ സ്ക്രീന് നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡിസൈൻ പേജ് ക്രിയേറ്റ് ചെയ്തു. ആ ഡിസൈൻ പേജിൻ്റെ അത് നമ്മൾ ജസ്റ്റ് എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഒരു പേരും ഒരു ഐക്കണും മാത്രം കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ ആ AVD വരുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ ഒരു എന്താണ് നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കാരണം ആ ബ്ലൂ കളർ ഒരു ആ ഐക്കണും ആ ഒരു ടെക്സ്റ്റിനും ഒരു സ്യൂട്ട് ആവാത്ത ഒരു കളർ പോലെ തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ബ്ലൂ കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്ത് നോക്കാം. നമുക്ക് വൈറ്റ് തന്നെ കൊടുത്തിട്ട് നമുക്ക് ആ ടെക്സ്റ്റിൻ്റെ പേരൊന്ന് മാറ്റിക്കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. ബ്ലാക്ക് കൊടുത്തിട്ടാണെങ്കിൽ നമുക്ക് ആ ടെക്സ്റ്റിൻ്റെ ഇതൊന്ന് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ അല്ല, ചിലപ്പോൾ ബ്ലാക്ക് ഇത് തന്നെ സ്യൂട്ടായിരിക്കും, കാരണം യെല്ലോ അല്ലേ നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളർ. ബ്ലാക്ക് യെല്ലോ കോമ്പിനേഷൻ കുഴപ്പമില്ലാത്ത കോമ്പിനേഷൻ ആണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ബ്ലാക്കിൽ ഐക്കൺ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. അത് വലിയ കുഴപ്പമില്ല അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഞാൻ എൻ്റെ ഐക്കണും എൻ്റെ ആപ്പിൻ്റെ പേരും ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. എൻ്റെ AVD ലോഡായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ AVDയിലോട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ആവാനുള്ളൊരു ടൈം ഗ്യാപ്പാണ് ഈ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് പേജിലേക്കും കൂടെ നമുക്ക് ആ ഒരെണ്ണം അങ്ങ് മാറ്റി കൊടുക്കാം. ഓക്കെ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്താക്കാം, ബ്ലാക്ക് ആക്കിയിട്ട് നമുക്ക് ആ ടെക്സ്റ്റിൻ്റെ കളർ നമുക്ക് യെല്ലോ ആക്കി കൊടുക്കാം. മറ്റ് ബ്ലാക്ക്. അപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റിൻ്റെ കളറോട് നമുക്ക് എന്താക്കാം, യെല്ലോ ആക്കി കൊടുക്കാം. അതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. നമ്മുടെ യെല്ലോയുടെ കോഡ് എന്താണെന്ന് ജസ്റ്റ് നോക്കട്ടെ. ടെക്സ്റ്റ് വ്യൂവിൽ യെല്ലോയുടെ കോഡെന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റ് കളർ തന്നെ അപ്പുറം കൊടുക്കാം, വെൽക്കമിൽ കൊടുക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ടെക്സ്റ്റ് കളർ
അപ്പം ഞാൻ എല്ലാം ആണല്ലോ, പിന്നെ എന്താ അവിടെ വരാത്ത ടെക്സ്റ്റ് കളർ ഞാൻ ഹാഷ് DE ഓക്കെ ഓക്കെ. അപ്പം നമ്മളുടെ സ്പ്ലാഷ് സ്ക്രീനിൽ നിന്ന് നമ്മുടെ ആക്ടിവിറ്റി മെയിനിലോട്ട് വരും. അത് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്ത് നമുക്ക് വേറൊരു രീതിയിൽ ഒന്നുകൂടെ ഒന്ന് റൺ ചെയ്യാം. നമ്മൾ അത് എഡിറ്റ് ചെയ്യാൻ പോയ സമയത്ത് അത് വർക്ക് ചെയ്തു. അപ്പം ഞാൻ റീലോഡ് ചെയ്യുവാണ്. റീലോഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ ഏത് സ്ക്രീനാണ് വരിക, ആ ഐക്കണും മൈ ഫസ്റ്റ് ആപ്പ് എന്നുള്ള പേരിട്ടേക്കുന്ന ആ ഒരു സ്ക്രീനാണ് നമുക്ക് ആദ്യം ഓപ്പൺ ആയിട്ട് വരിക. ഓക്കെ, ഇപ്പോൾ ഓപ്പൺ ആവും. ഗ്രേഡിൽ ഇൻവൊക്കേഷൻ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം നമുക്കത് ഓപ്പൺ ആയിട്ട് വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് കാണുന്ന സ്ക്രീനാണ് ആ ഐക്കണും ഇമേജും ഉള്ളത്. നമ്മൾ കൊടുത്തേക്കുന്നത് 3 സെക്കൻഡാണ്. കണ്ടോ, 3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മളൊന്നും ചെയ്തില്ല. നമ്മൾ ജസ്റ്റ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് അടുത്ത പേജിലോട്ട് പോയി. നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ ആ ടൈം ഡിലേ ഒരു ഇച്ചിരി 5 സെക്കൻഡ് ആക്കി കൊടുക്കാം. അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു ഇത് കാണാൻ പറ്റും. അപ്പം ഞാനിതൊരു 5 സെക്കൻഡാക്കി കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇൻസ്റ്റാളിംഗ് ആണ്. ഇൻസ്റ്റാളേഷൻ സമയത്ത് ആ ഇൻസ്റ്റാൾ കാണിക്കുന്നുണ്ടാവും, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സിങ് കാണിക്കുന്നുണ്ടാവും. ആക്ടിവിറ്റി ലോഞ്ച് ചെയ്യുന്നത് ഉൾപ്പെടെ. ഓക്കെ, ആക്ടിവിറ്റി ലോഞ്ച് ചെയ്ത് നമ്മൾ 5 സെക്കൻഡാണ് കൊടുത്തേക്കുന്നത്. 5 സെക്കൻഡ് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജ്. കണ്ടോ, ഇതാണ് സ്പ്ലാഷ് സ്ക്രീനിൻ്റെ എക്സാമ്പിൾ. സിമ്പിളായിട്ട് ഒരു എങ്ങനെയാണ് നമ്മുടെ ഒരു ലോഞ്ചർ സ്ക്രീനിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ ഒരു വ്യൂവിലോട്ട് വരുന്നതെന്ന് കണ്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് അടിക്കുമ്പോൾ ഇതിലോട്ട് തിരിച്ച് വരാണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാനിവിടെ ചെയ്തപ്പം ഓട്ടോമാറ്റിക്കലി വന്ന് ഫസ്റ്റ് പേജിലോട്ടാണ്. കാരണം എന്താ, നമ്മളുടെ ഫസ്റ്റ് പേജാണല്ല, ഫസ്റ്റ് പേജിലോട്ട് വരണ്ട എന്നുള്ള കോഡ് നമ്മൾ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സിമ്പിളായിട്ട് പറയുമ്പോൾ ഒരു എന്താണ് സ്പ്ലാഷ് സ്ക്രീൻ. അപ്പം നമ്മൾ ബാക്ക് അടിക്കുമ്പോൾ എക്സിറ്റ് ആവുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാധാരണ നമ്മളെങ്ങനെയാണ് ഈ ലോഞ്ചർ സ്ക്രീൻ ഫസ്റ്റ് ടൈം മാത്രമല്ലേ കാണിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ബാക്ക് പ്രസ് ചെയ്യുമ്പം എക്സിറ്റ് ആവുന്നത് നമുക്ക് കോഡ് ചെയ്യാം. അതുകൂടെ ചെയ്ത് കഴിയുമ്പം 2 പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ എക്സിറ്റ് ആവാനുള്ള ഇതില്ലേ, അപ്പോൾ അതിൻ്റെ കോഡും കൂടെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്ക്രീൻ വീണ്ടും നമുക്ക് കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു കോഡും കൂടെ നമുക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ബാക്ക് പ്രസ് റണ്ണിങ് അത് നമുക്ക് എവിടെയാണ് ചെയ്യേണ്ടത്, ആക്ടിവിറ്റിയിലല്ലേ, മെയിൻ ആക്ടിവിറ്റിയിലാണ് ചെയ്യേണ്ടത്. കാരണം എന്തുകൊണ്ടാണ്, ഈ പേജിൽ നിന്നാണ് നമ്മൾ എക്സിറ്റ് അടിക്കുന്നത്. ആ എക്സിറ്റ് അല്ല, ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യുന്നത്. ആ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് എങ്ങോട്ട് പോകണ്ട, നമ്മുടെ ആ സ്പ്ലാഷ് സ്ക്രീനിലോട്ട് പോകണ്ട. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 പ്രാവശ്യം അല്ലെങ്കിൽ 1 പ്രാവശ്യം ബാക്ക് പ്രസ് ചെയ്യുമ്പം എക്സിറ്റ് ആവേണ്ടതിന് എന്താണോ ചെയ്യേണ്ടത് അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ സ്ക്രീൻ, നമ്മുടെ സ്പ്ലാഷ് സ്ക്രീൻ ഓണായി വന്നിട്ട് വീണ്ടും വരുന്ന സെക്കൻഡ് സ്ക്രീൻ എന്ന് പറയുന്നത് മെയിൻ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ബാക്ക് പ്രസ് ചെയ്യുന്നത്. ആ ബാക്ക് പ്രസ് ചെയ്യുമ്പോൾ നമുക്കാണ് ആ ബാക്ക് പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വേണ്ടത്, നമുക്ക് ഇതിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്തോട്ട്, ആപ്ലിക്കേഷൻ്റെ അല്ല ഏറ്റവും പുറത്തോട്ട് പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനകത്ത് ഒരു നമുക്ക് അതിനകത്ത് എങ്ങനെയാണ് നമുക്ക് എങ്ങനെയാണ് നമുക്ക് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഓൺ ബാക്ക് പ്രസ്ഡ് എന്നുള്ളൊരു മെത്തേഡാണ്. ഓൺ ബാക്ക് പ്രസ്ഡ് എന്നുള്ളൊരു മെത്തേഡ് കൊടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എങ്ങനെയാണ് എത്ര ഒരു ബാക്ക് പ്രസ്സിലാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എക്സിറ്റ് ആവേണ്ടതെന്നുള്ളത് മാത്രം, അല്ലെങ്കിൽ 2 ക്ലിക്കിലൊക്കെയാണോ എക്സിറ്റ് ആവേണ്ടത്. അപ്പം നമുക്കങ്ങനെ 2 ക്ലിക്കിൽ നിന്ന് നമ്മൾ 1 പ്രാവശ്യം ബാക്ക് അടിക്കുമ്പോൾ പ്രസ് അഗെയിൻ ടു എക്സിറ്റ് എന്ന് കാണിക്കില്ലേ. അപ്പോൾ അങ്ങനെയാണോ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എൻ്റെ ആക്ടിവിറ്റി മെയിനിൻ്റെ അകത്താണ് ഞാൻ എൻ്റെ ഓവർറൈഡ് ചെയ്തിരിക്കുന്ന മെത്തേഡ് കൊടുക്കുന്നത്. അതെവിടെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ഓൺ ക്രിയേറ്റിൻ്റെ പുറത്ത്
ബാക്ക് പ്രസ്ഡ്, ഓൺ ബാക്ക് പ്രസ്ഡ് കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൺ ബാക്ക് പ്രസ്ഡ് കൊടുത്തിട്ടുണ്ട്. അത് ഓവർ റൈഡ് ചെയ്തെടുത്ത മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു കണ്ടീഷൻ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. എന്ന് വെച്ചാൽ കണ്ടീഷൻ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. അപ്പം അത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം നമ്മൾ ബാക്ക് പ്രസ് ചെയ്യുമ്പോഴല്ലേ പ്രസ് അഗെയിൻ ടു എക്സിറ്റ് എന്നുള്ള കണ്ടീഷൻ കൊടുക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും വേണമെന്നുണ്ടെങ്കിലല്ലേ നമ്മൾ കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. എന്താണ് നമ്മളുടെ ബാക്ക് നമ്മളുടെ പുറത്തോട്ട് എക്സിറ്റ് ആവേണ്ടത് നമുക്കൊരു ട്രൂ ഓർ ഫോൾസ് കണ്ടീഷനായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബൂളിയൻ ബാക്ക് എക്സിറ്റ് എന്ന് കൊടുക്കാം. ബാക്ക് പ്രസ് എക്സിറ്റ് എന്ന് കൊടുക്കാം. ബാക്ക് പ്രസ് എക്സിറ്റ് കൊടുക്കുന്നത് ഇനിഷ്യലി ഞാനത് ഫോൾസ് ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അത് എപ്പോഴാണോ ട്രൂ ആവുന്നത്, അപ്പോൾ രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴല്ലേ അത് എപ്പോഴാണ് ട്രൂ ആവുന്നത്, അപ്പോൾ നമുക്ക് അതിന് എന്ത് വേണ്ടി കൊടുക്കാം, എക്സിറ്റ് ആവാൻ വേണ്ടി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓൺ ബാക്ക് പ്രസിഡൻ്റ് അകത്ത് രണ്ട് പ്രാവശ്യം സെറ്റ് ചെയ്യണ്ടേ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബാക്ക് പ്രസ് എന്നുള്ള കണ്ടീഷൻ ഇവിടെ കൊടുക്കുവാണ്. എന്നിട്ട് ഇതിൻ്റെ ഈ മെത്തേഡിൻ്റെ ഉള്ളിലാണ് ഞാൻ ഈ ഓൺ ബാക്ക് പ്രസ് ചെയ്യുമ്പം റിട്ടേൺ വരാനുള്ള കണ്ടീഷൻ കൊടുക്കുന്നത്. ഞാനിവിടെ റിട്ടേൺ വിളിച്ചു. അപ്പോൾ എൻ്റെ ഇത് എപ്പോഴാണോ ഫോൾസ് ആവുന്നത് അപ്പോൾ എക്സിറ്റ് ആവുക. അപ്പോൾ നമുക്ക് അതിനെ വേണ്ടിയിട്ട് നമുക്കതിനെ ഒരു ടോസ്റ്റ് കൂടെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൊടുക്കാം. എന്ന് വെച്ചാൽ ദിസ് ഡോട്ട് ബാക്ക് പ്രസ് എക്സിറ്റ്. അപ്പോൾ എന്ത് വേണം, ടോസ്റ്റ് നമ്മൾ പഠിച്ചായിരുന്നു. ടോസ്റ്റ് ഡോട്ട് മേക്ക് ടെക്സ്റ്റ് ഗെറ്റ് ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ് പ്ലസ് ക്ലിക്ക് അഗെയിൻ ടു എക്സിറ്റ് എന്ന് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, നമ്മൾ കൊടുക്കേണ്ട കമൻറ്റ് എന്താണ് ഡിസ്പ്ലേ ചെയ്യിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് PLEA പ്ലീസ് പ്രസ് അഗെയിൻ അല്ലെങ്കിൽ പ്ലീസ് ക്ലിക്ക് അഗെയിൻ ടു എക്സിറ്റ് കൊടുക്കാം. പ്ലീസ് ക്ലിക്ക് അഗെയിൻ ടു എക്സിറ്റ്. ഓക്കെ, കോമ അതിൻ്റെ ഡ്യൂറേഷൻ കൊടുക്കാം. ടോസ്റ്റ് ഡോട്ട് ലെങ്ത് ലോങ് ഡോട്ട് ഷോ. ഓക്കെ, നമുക്ക് അതിനകത്തൊരു ഹാൻഡലറോട് നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എന്നുവെച്ചാൽ നമ്മൾ ആ ഒരു ടൈം ഗ്യാപ്പ് കൊടുക്കുന്നതാണ് കേട്ടോ. നമുക്ക് ഹാൻഡിൽ നമ്മൾ നോർമലി നമ്മൾ ഹാൻഡലർ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ന്യൂ ഹാൻഡലർ നമുക്ക് ഡയറക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെയല്ല, നമ്മുടെ ഇവിടെ തന്നെ ന്യൂ ഹാൻഡലർ ഡോട്ട് പോസ്റ്റ് ഡിലേഡ് ന്യൂ നമ്മുടെ റണ്ണബിൾ ഇൻ്റർഫേസ് റൺ മെത്തേഡ് വർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്ക് പ്രസ് എക്സിറ്റ് ഈക്വൽ ടു ഫോൾസ് എന്നുള്ള കണ്ടീഷനാണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യണമല്ലോ. അത് നമുക്കൊരു ഒത്തിരി സമയം വേണ്ടല്ലോ, നമുക്കൊരു 2 സെക്കൻഡ് 2000. ഓക്കെ, പിന്നെ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ലോഞ്ചിങ് ആക്ടിവിറ്റി എന്ന് കാണിച്ചപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ആപ്പ് വന്നു, നമ്മുടെ സെക്കൻഡ് പേജ് വന്നു. അപ്പോൾ ഞാൻ ബാക്ക് പ്രസ് ചെയ്തു. പ്ലീസ് ക്ലിക്ക് അഗെയിൻ ടു എക്സിറ്റ്. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് ഈ പേജിലാണ് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പേജിൽ വരാതെ എക്സിറ്റ് ആവേണ്ടതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഞാനിത് ബാക്കല്ലേ കൊടുത്തേക്കുന്നത്.
അപ്പോൾ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മളിപ്പോൾ ഈ പേജിൽ അടുത്ത പേജിലോട്ട് പോയപ്പോൾ ബാക്ക് പ്രസ് ചെയ്യുമ്പോൾ എക്സിറ്റ് ആവാൻ പറഞ്ഞു. അപ്പോൾ നമ്മളുടെ എക്സിറ്റ് ഫ്രം ദി ആപ്പാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊന്നും കൂടെ ചെയ്യാനുണ്ട്. നമുക്ക് ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒറ്റ ക്ലിക്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഒറ്റ ക്ലിക്കിൽ നമുക്ക് എക്സിറ്റ് ആവാനുള്ള കോഡ് നമുക്ക് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് തന്നെ ഓൺ ബാക്ക് പ്രസ്ഡ് തന്നെ ഇതിനകത്ത് നമുക്കൊരു ഫ്ലാഗ് സെറ്റ് ചെയ്താൽ മതി. ഒരു ഇൻഡൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അതാണ് ഒന്നും കൂടെ ഈസി ആയിട്ടുള്ളത്. അപ്പോൾ ഇത്ര ലിങ്ക് ആയിട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ ഓൺ ബാക്ക് പ്രസ് ഇത് വേണ്ട, നമ്മുടെ ഈ കണ്ടീഷൻ വേണ്ട. നമ്മുടെ ഓൺ ബാക്ക് പ്രസിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഇൻഡൻറ്റ് സെറ്റ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ഒരു ആക്ഷൻ ഇൻഡൻ്റ് ആണ് കേട്ടോ. നമ്മൾക്ക് ഒരു ആക്ഷൻ പെർഫോം ചെയ്യാനുള്ള ഒരു ഇൻഡൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻഡൻറ്റ് എ എന്നാണ് ഞാൻ കൊടുക്കുന്ന പേര്. ഇൻഡൻറ്റ് എ ഈക്വൽ ടു ന്യൂ ഇൻഡൻറ്റ് ഓഫ് നമ്മുടെ ഒരു മെയിൻ ആക്ഷൻ പെർഫോം ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേര് ഇൻഡൻറ്റ് ആക്ഷൻ മെയിൻ എന്നായിരിക്കും. ഇനി നമുക്ക് വരുന്നത് ആ എ ഡോട്ട് ഒരു കാറ്റഗറി ആഡ് ചെയ്യണം. എ ഡോട്ട് ആഡ് കാറ്റഗറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആഡ് കാറ്റഗറി എന്താണ്? ഹോം, നമ്മുടെ എക്സിറ്റ് ഫ്രം ദി ആപ്പ് ടു ദ ഹോം സ്ക്രീൻ ആണ്. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്നത് ഇൻഡൻറ്റ് ഡോട്ട് കാറ്റഗറി ഹോം. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്യണം. ഒരു ന്യൂ ടാസ്ക് വർക്ക് ചെയ്യില്ല, അപ്പോൾ അതിന് വേണ്ടി ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്യണം. അതുകൊണ്ട് ഐ ഡോട്ട് സെറ്റ് ഫ്ലാഗ്സ് എന്താണ്? ഇൻഡൻറ്റ് ഡോട്ട് ഫ്ലാഗ് ആക്ടിവിറ്റി ന്യൂ ടാസ്ക്. ഇനി സ്റ്റാർട്ട് ആക്ടിവിറ്റി ഓഫ് എ. ഓക്കെ, പിന്നെ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ റൺ ചെയ്യുമ്പോൾ നമ്മുടെ രണ്ടാമത് വരുന്ന നമ്മുടെ സ്ക്രീൻ എന്താണോ അതിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമുക്കൊന്നുകൂടി റൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. ഓക്കെ, എൻ്റെ സ്ക്രീൻ ലോഡായി. നമ്മുടെ രണ്ടാമത്തെ സ്ക്രീനിലോട്ട് വന്നു. ഞാൻ ബാക്ക് പ്രസ് ചെയ്യുമ്പോൾ എക്സിറ്റ് ആവുന്നുണ്ടോ എന്നാണ് നോക്കണ്ടത്. ഞാൻ ബാക്ക് പ്രസ് ചെയ്തു. ഓക്കെ, ആപ്പിൽ നിന്ന് എക്സിറ്റായി. അപ്പോൾ എൻ്റെ ആപ്പ് ഡിസ്ട്രോയ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കറൻ്റ്ലി നോക്കുന്ന നമ്മുടെ സ്ക്രീനിൽ ഏത് ആക്ടിവിറ്റിയിൽ നിന്നാണോ നമുക്ക് എക്സിറ്റ് ആവേണ്ടത് ആ ആക്ടിവിറ്റിയിൽ നമുക്ക് വേണ്ട കേട്ടോ. ആ ആക്ടിവിറ്റി നമ്മൾ ബാക്ക് പ്രസ് ചെയ്യുമ്പോഴാണെങ്കിൽ അങ്ങനെ നമ്മൾ എന്ത് ആക്ഷൻ കൊടുക്കുമ്പോഴാണോ എക്സിറ്റ് ആവേണ്ടത് അതിൻ്റെ അകത്ത് ഈ ഇൻഡൻറ്റിൻ്റെ കോഡ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറണ്ട് ആക്ടിവിറ്റിയിൽ നമുക്ക് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്പ്ലാഷ് സ്ക്രീനും എക്സിറ്റ് ഫ്രം ആൻ ആക്ടിവിറ്റി. ഓക്കെ, അപ്പം ഇത് എല്ലാവർക്കും ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും എക്സാമ്പിൾ ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.